ഹായ് കൂട്ടുകാരെ, 2023-24 നടന്ന സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, ഈ ചാപ്റ്റർ ട്രിഗ്നോമെട്രിയിലെ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോഴും എനിക്ക് പെട്ടെന്ന് ചാപ്റ്റർ കിട്ടിയില്ല. അതുമാത്രമല്ല, വീഡിയോ റെക്കോർഡ് ചെയ്ത് ക്ലാസ് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ക്ലാസ്സിലെല്ലാം വെറുതെ. ഓക്കെ, അപ്പോൾ നമുക്ക് 23ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയാൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും കിട്ടും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 11 ചോദ്യങ്ങൾ വെച്ചെങ്കിലും ഒരു ദിവസം ചെയ്യാൻ നോക്കുക. കാരണം ഫൈനൽ എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദിവസം വെച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് മൊത്തം 11 ചാപ്റ്റർ ആണുള്ളത്. അപ്പം 11 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ ABCD is a rectangle. ABCD എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചാപ്റ്റർ കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ED എന്ന് പറയുന്ന ഒരു ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ED ലെങ്ത് തന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒക്കെ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കാം. ഓക്കെ, അത് തന്നേക്കുന്നത് ഈ DAE എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ സൈഡിലായിട്ടാണ് തന്നേക്കുന്നത് അല്ലേ. അങ്ങനെയാണ് ഞാനിത് ട്രയാങ്കിളിന്റെ സൈഡ് തന്നേക്കുന്നുണ്ട്, അത് ട്രിഗ്നോമെട്രി ആണെന്ന് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, അപ്പോ നമ്മൾ പറയാൻ വന്നത് ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അതിനകത്ത് BED എന്ന് പറയുന്നത് 120 ഡിഗ്രിയും DBE എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. കൂടാതെ ED-യുടെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ AED കണ്ടുപിടിച്ചു കൊടുക്കാനാണ് കേട്ടോ. ആംഗിൾ AED കണ്ടുപിടിച്ചു കൊടുക്കാനാണ്. ആംഗിൾ AED ഇതാണ്. നോക്കുക, ലീനിയർ പെയർ രൂപത്തിൽ കിടക്കുന്നു, അഥവാ രേഖീയ ജോഡിയുടെ രീതിയിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 60 ഡിഗ്രി, കാരണം ഇത് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ശരിയല്ലേ? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ മാത്രം നമ്മൾ പൊക്കി ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി അല്ലേ. നമ്മൾ പഠിക്കുന്ന ട്രിഗ്നോമെട്രിയിലെ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 30, 60, 90 അല്ലേ, ഈ ഒരു റേഷ്യോ ആണ്. അപ്പൊ 1:√3:2 റേഷ്യോയിൽ കിടക്കുന്നു. നമുക്ക് ഇത് 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ് വരുന്നത്. അപ്പൊ 8/2 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ഈ ആൻസറിനെ, ഈ 4നെ കൊണ്ട് ഈ റേഷ്യോസിനെ എല്ലാം കുറിച്ച് കഴിഞ്ഞാൽ അതാത് സൈഡുകൾ കിട്ടും. ഇനി 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ഇതാണ്. അപ്പൊ 4x1 4 കിട്ടും. ശരിയല്ലേ? അതേപോലെ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് കിട്ടണമെങ്കിൽ 4x√3 ചെയ്താൽ മതി. അപ്പൊ 4√3 കിട്ടും. ശരിയല്ലേ? ഇനി 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടാൻ 4x2 ചെയ്താലും കിട്ടും. അത് തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോ എന്തിനാണ് അത് കണ്ടുപിടിക്കാൻ നോക്കിയത്? ബി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബി ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരുന്നത് AD-യുടെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചത്. AD-യുടെ ലെങ്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു വെച്ചു, 4√3. ഓക്കെ, 4√3. ഇവിടെ 4√3 ആണ്. അതേപോലെ AE എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം സി ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് BE-യുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. BE എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ലെങ്തും ഈ ലെങ്തും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ലെങ്ത് കിട്ടും അല്ലേ. അപ്പൊ ടോട്ടൽ ലെങ്ത് നമുക്കറിയാമെങ്കിൽ ടോട്ടലിൽ നിന്ന് ഇത് ഇത്രയും കുറച്ചാൽ ബാക്കി ഇത് കിട്ടുമെന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കിയപ്പോ ഇവിടെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു 4√3 കിടക്കുന്നുണ്ട്.
ഇവിടെ 4√3 ഈ എ ഡി എന്ന് പറയുന്നത് 4√3 ആണെങ്കിൽ ഇത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബി സി യു എന്ന് തന്നെ ആയിരിക്കും 4√3 ആയിരിക്കും അതിന്റെ ലെങ്ത്. പിടികിട്ടിയോ? ഇനി അതേപോലെ ഇവിടെ 30 ആണ് ഡിഗ്രി കിടക്കുന്നത്, മൊത്തത്തിൽ 90 ആണെന്ന് നമുക്കറിയാം അല്ലേ. റെക്ടാങ്കിളിന്റെ എല്ലാ മൂലകളും എന്താണ് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് ഇത്രയും 30 ഉണ്ടെങ്കിൽ ബാക്കി അത്രയും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ട്രയാങ്കിളിന് മുകളിലോട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി. ശരിയല്ലേ? ഈ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്നതാണ് ഈ 4√3 എന്ന് പറയുന്ന നീളം. ശരിയല്ലേ? ഇനി 60ക്ക് ഓപ്പോസിറ്റ് അല്ലേ ഈ സൈഡ്, സോറി 30ക്ക് ഓപ്പോസിറ്റ് ആണ് ഈ ലെങ്ത് തന്നേക്കുന്നത് അല്ലേ. അപ്പൊ റേഷ്യോ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ നമ്മൾ 4√3 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ അത് തന്നെ കിട്ടുമെന്ന് അറിയാം. 4√3 തന്നെ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇത് ചെയ്യുന്ന മനസ്സിലാകുന്നുണ്ടോ? അതായത് നമുക്ക് തന്ന ലെങ്ത് ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ആണെന്ന് നോക്കുക. നമുക്ക് അറിയാവുന്ന റേഷ്യോസ് ഉണ്ടല്ലോ, ഈ ട്രയാങ്കിൾസിന്റെ റേഷ്യോസ്, ആംഗിൾസിന്റെ റേഷ്യോസ്. അപ്പൊ ആ 30, 60, 90 അതിന്റെ റേഷ്യോസ് ആണ് 1:√3 2 അല്ലെ. ഈ ആംഗിൾസിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 30ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ 4√3 എങ്കിൽ 30ക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ, എല്ലാ റേഷ്യോസിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ അതാത് സൈഡുകൾ കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ 60ക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് വേണ്ടത്. 60ക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന്റെ സൈഡിന്റെ റേഷ്യോ √3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയ ഈ കോൺസ്റ്റന്റ് കൊണ്ട്, ഈ 4√3 കൊണ്ട് ആ √3 ഈ √3 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 4√3 ഇൻറ്റു √3 ചെയ്താൽ √3യും √3യും കൂടെ 3 ആയിട്ട് മാറും. 4 ഇൻറ്റു 3 12 എന്ന് കിട്ടും. അപ്പൊ അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയാം. നമുക്ക് ഇവിടെ 4√3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഈ 4√3യുടെ ലെങ്ത് തന്നെയാണ് ബി സിക്ക് വന്നേക്കുന്നത്. ഈ ബി സിയുടെ അതേ ലെങ്ത് നമ്മൾ ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് എടുത്ത് മാറ്റി. ഈ 4√3 എന്ന് പറയുന്നത് 30 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ റേഷ്യോ 1 ആണ്. അതുകൊണ്ട് ഈ 4√3 ഈ ലെങ്ത് 4√3 റേഷ്യോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്നു. ആ കോൺസ്റ്റന്റ് കൊണ്ട് 60ക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ ലെങ്ത് കാണുന്നത് കൊണ്ട് ആ റേഷ്യോ എടുത്തുകൊണ്ട് വന്ന് ഗുണിച്ചു. 4√3 into √3 is equal to 12 എന്ന് കിട്ടി. അപ്പൊ ആ ടോട്ടൽ ലെങ്ത് 12 എന്ന് കിട്ടി. ശരിയല്ലേ? ഈ 12ൽ നിന്നും ഈ 4 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഇവിടുത്തെ ലെങ്ത്. അതായത് ബിഇയുടെ ലെങ്ത് എന്ന് പറഞ്ഞാല് 8 തന്നെയാണ്. കിട്ടിയോ? ഓക്കെ, ഇനി അത്രയും നമ്മൾ കടന്ന് കണ്ടുപിടിക്കണോ എന്ന് ചോദിച്ചാൽ അത്രയും വേണ്ട. പകരം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ നോക്കുന്നത്, ഞാനിത് ചെയ്തു വന്നപ്പോൾ കത്തിയതാണ് കേട്ടോ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ലെങ്ത് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഇതിപ്പം മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു രീതിയിൽ ഈ 8 കണ്ടുപിടിക്കുന്ന ഒരു രീതിയും കൂടെ, കുറച്ചും കൂടെ സിമ്പിൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നപ്പോൾ കത്തിയത് ഈ സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ, പഴയ രീതി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ കിട്ടി. അതായത് ഈ ട്രയാങ്കിൾ, ഈ നടുക്ക് കിടക്കുന്ന ട്രയാങ്കിളിനെ ഇങ്ങോട്ട് എടുക്കുവാണേ. ആ നടുക്ക് കിടക്കുന്ന ട്രയാങ്കിൾ എടുത്തപ്പോ ആദ്യം ഒരു വര, എന്നിട്ട് ഇവിടെ ഇങ്ങനെ. അതായത് ഈ നടുക്ക് കിടക്കുന്ന ട്രയാങ്കിളെ ഇവിടെ ബി, ഇവിടെ ഇ, ഇവിടെ ഡി. ഓക്കെ, ഇത് മൊത്തത്തിൽ 120 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇത് 30 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ശരിയല്ലേ? ഈ 180യിൽ നിന്നും 120 കൊണ്ട് ഒരു 30 ഉണ്ട്.
അപ്പൊ തന്നെ എത്രയായി? 120 പ്ലസ് 30 150 ആയി അല്ലേ? ഇനിയും ഒരു 30 കൊടുത്തെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ, 180 ഡിഗ്രി ആകത്തുള്ളൂ. നോക്കൂ, 120 30 150 150 30 180. അങ്ങനെയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, 30 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെ? അതിന്റെ രണ്ട് ആംഗിൾസുകൾ എന്തായി മാറി, തുല്യമായി. അതുകൊണ്ട് ഇവിടെ 8 സെന്റിമീറ്റർ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഐസോസെലസ് ആയതുകൊണ്ട് ഇത് 8 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, 8 ആണ്. ഓക്കെ, മറ്റേത് ചെയ്യാൻ നിൽക്കണ്ട. വേറൊരു വഴിയാണ്, ഞാൻ ആദ്യം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വഴിയാണ് ഞാൻ മുമ്പേ ചെയ്ത് കാണിച്ചത്. അതായത് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പോയി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെങ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും ചെയ്യണ്ട, ഈ ട്രയാങ്കിൾ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിവിടെ 30, അങ്ങനെയാണെങ്കിൽ ഇവിടെയും 30 തന്നെയാണ്. സോ ഈ ലെങ്ത് തന്നെ ഇവിടെ കിട്ടുമെന്നുള്ളത് മനസ്സിലായി. അപ്പോ നമുക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സൈഡ് കിട്ടും. പിന്നെ ഡി ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് ഏരിയ ഓഫ് എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് 12 വരും, ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4√3 വരും. സോ ഇൻറ്റു ചെയ്താൽ 48√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ സെന്റിമീറ്റർ. ആംഗിൾ എ ഡി നമ്മൾ എഴുതിയോ, 60 ഡിഗ്രി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ.